സ്വരജതിൽ പാടും പൈകിളി ഒരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. ഡിവോഴ്സായി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ അറിയത്തുള്ളൂ പല കഴുകം കണ്ണുകൾ നിങ്ങളെ വേട്ടയാണ്. ഇത് സഹിക്കാൻ വയ്യാതെ വല്ല ആറ്റിലോ തോട്ടിലോ നീയൊക്കെ ചാവും. പത്രത്തിലൊക്കെ കാണുന്നില്ലേ? അതാ പറഞ്ഞ ഭാര്യയെ സപ്പോർട്ട് ചെയ്യ എപ്പോഴും ഭർത്താവേ കാണൂ. എപ്പോഴും ഒരു ആൺതുണ എന്ന് പറഞ്ഞ ഭർത്താവാടി സോമേട്ട. ഇങ്ങനെ പറയാൻ പലരും കാണും. നീ ഇതൊന്നും കേൾക്കണ്ട. എങ്ങനെയാലും ഒരു ഡിവോഴ്സ് വന്നൊന്ന് ഇറങ്ങി. ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമേ ഇല്ല. ഓ രക്ഷപ്പെട്ടു, പ്രശ്നമൊന്നുമില്ലല്ലേ? പോടാ. എടാ സതീർത്യ, ഈ സെക്കൻഡ് സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമേ ഇല്ല. ഓ രക്ഷപ്പെട്ടു, പ്രശ്നമൊന്നുമില്ലല്ലേ? പോടാ. എടാ സതീർത്യ, ഈ സെക്കൻഡ് സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരത്തെ നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. അപ്പം ദൈവത്തിനുള്ള സത്യം, ഞങ്ങള് ക്രിസ്ത്യനാണ്. ക്രിസ്തുവാണ് സത്യം. നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് ചെറുപ്പം ഉള്ളൊരു പയ്യൻ ആണോ ഈ അഭിനയിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുറേ പ്രാവശ്യം പറഞ്ഞു. പിന്നെ നാഗവല്ലി ഞങ്ങളുടെ മനം കവർന്ന ഒരു വീഡിയോസാണ്, വീണ്ടും ഒന്നും കൂടെ ഇടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടാം, ഉറപ്പായിട്ടിടാം. ഞാൻ പറഞ്ഞു ഇടാം, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. അപ്പം എന്നെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഞാൻ പുറത്തിറങ്ങത്തില്ല. കാരണം എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ രാത്രിയിൽ ഞാൻ ഇറങ്ങത്തുള്ളൂ, ഇരുട്ടത്ത്. അത് മാസ്ക് വെച്ചാൽ ഞാൻ ഇറങ്ങത്തുള്ളൂ. കാരണം ആൾക്കാർ എന്നെ വിടത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അന്ന് +2 കഴിഞ്ഞ സമയത്ത് തയ്യലിന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അന്ന് കേട്ടില്ല. അന്ന് എഞ്ചിനീയറിംഗിന് പോകണമെന്ന് പറഞ്ഞ് മോങ്ങി. എന്നിട്ടാ എഞ്ചിനീയറിംഗിന് കൊണ്ടുപോയി തള്ളിയത്. അന്ന് തയ്യലിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ വല്ല ട്രൗസർ കയറിയത് തുന്നായിരുന്നു, അല്ലെങ്കിൽ തലയുടെ കവർ തുന്നായിരുന്നു ഇല്ലേ? എന്റെ അച്ഛാ, തയ്ക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും ചെയ്യാം. എഞ്ചിനീയറിംഗ് പാസ്സായ എത്രയോ പേര് ഇപ്പൊ തയ്യൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ചെയ്തോളാം. അച്ഛൻ എനിക്കൊരു മെഷീൻ മേടിച്ചാ. ട്രൗസർ തുന്ന എന്തിനാണ് എഞ്ചിനീയറിംഗിന് പോണത്? ആ മാനേജറുടെ കാലും നക്കി തുടച്ച് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നീ അങ്ങോട്ട് അവസാനം 100 പറഞ്ഞു. അല്ല ചേച്ചിയെ കണ്ടാലേ 16 വയസ്സേ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞതാ. അതിനെന്താ കാരണം അറിയാമോ? എന്താ ചേച്ചി? ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? വെളുപ്പിന് എണ്ണിച്ച് ഞാൻ ഓട്ടത്തിന് പോകും. വെളുപ്പിന് എണ്ണിച്ച് ഓട്ടത്തിന് പോവാൻ നിങ്ങളെന്തോ ടിപ്പറോ? അതല്ല, വെളുപ്പിന് എണ്ണിച്ച് ഞാനേ വ്യായാമം ചെയ്തിട്ട് പറഞ്ഞു. അല്ല ചേച്ചിയെ കണ്ടാലേ 16 വയസ്സ്. അല്ല, 2-3 വിളക്കായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വീട് നിറച്ച് വെളിച്ചുണ്ടാവുന്നത് നല്ലതല്ലേ? ഈ ഓലപ്പരിക്ക് ഈ വെളിച്ചം തന്നെ അധികമാണ്. ഹലോ, എന്താ കാട്ടുന്നത്? ഞാനോ? ആ, എന്നെ സുന്ദരിയായ ഒരു പെൺകുട്ടി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വിളിക്കണത് നോക്കിയിരിക്കായിരുന്നു. സത്യായിട്ടും? ഇപ്പൊ ആ സുന്ദരി വിളിച്ചില്ലേ? അപ്പൊ സന്തോഷായില്ലേ? എവിടെ? അതിനവള് വിളിക്കുന്നതിന് മുമ്പ് നിന്റെ കോള് വന്നില്ലേ? 25-ാമത്തെ വയസ്സിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജാക്കാട് ഭയങ്കര കാടാണ്. അവിടെ ഞാൻ ജോലിക്ക് പോയി. അറിയാവോ, രാത്രി ഞാൻ ജോലിയും കഴിഞ്ഞായിട്ട് വന്നപ്പോ ഉണ്ടല്ലേ, എന്റെ അരയിൽ ഒരു ഒറ്റ പിടുത്തം. പാമ്പല്ല, പിന്നെ ഒറ്റ കൊമ്പൻ. സത്യമായിട്ട് എന്നെ പിടിച്ചു ഒറ്റ കുടച്ചില് എടുത്തെറിഞ്ഞത് രാജാക്കാട് അമ്മിണിയുടെ വീട്ടില്. 2 വർഷം അവിടെ താമസിച്ചു. 3 പിള്ളേരും. അല്ല, ഈ 2 വർഷം കൊണ്ട് 3 പിള്ളേർ എങ്ങനെയായി? ഒരെണ്ണം ഓഫറായിരുന്നു. അതെ, ഈ അമ്മിണി ഇപ്പൊ അവിടെ ഉണ്ടോ? അമ്മിണി അവിടെ ഉണ്ട്, രാജാക്കാടും അവിടെ ഉണ്ട്. പക്ഷെ ആന കുടച്ചില് നിർത്തി. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കേറി നടക്കുന്നവരുടെ പളുവളുത്ത കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. കർത്താവിന്റെ കാര്യത്തിലും അതെ, കള്ളു കച്ചവടത്തിലും അതെ. എനിക്കൊരു മെത്രാത്തിന്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. സ്റ്റേറ്റ് പോലീസ് IG അടക്കം ഒരു പുല്ലനെ അകത്തോട്ട് വിടാതെ ദേ ഇങ്ങനെ കുറുകെ കൈപിടിച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഈ പച്ചൻ. പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണായിരിക്കും ഈ ലോകത്തെ ഏറ്റവും സുന്ദരി. അവളുടെ വാവല് ചപ്പി പോലത്തെ മൂക്കും
റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച പോലത്തെ ചുണ്ടും കോങ്കണിനും ഒക്കെ അപാര സൗന്ദര്യം. അപ്പൊ ഈ ലോകത്ത് മറ്റാർക്കില്ലാത്തൊരു പ്രത്യേകത അവൾക്കുണ്ടെന്ന് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് തോന്നും. സത്യം പറഞ്ഞ പെണ്ണിനല്ലടാ, പ്രണയത്തിനാണ് സൗന്ദര്യം. ശാരദയെ കണ്ടാൽ പ്രസവിച്ചതാണെന്ന് തോന്നുകയില്ല. മധുവിന്റെ കണ്ണിന്റെ തകരാറാണ്. ശാരദ എന്നെ തെറ്റിദ്ധരിച്ചു. ഏയ് എന്തിന്? ഞാനൊരു വികാരജീവിയാണ്. വളരെ ദുർബലമാണ് എന്റെ മനസ്സ്. ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞു പോകും. നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ തോന്നിപ്പിക്കണം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പോട്ടെ പോട്ടെ, എന്റെ വേദനകൾ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും.